എല്ലാവർക്കും ഈ ചാനലിൻ്റെ അടുത്ത ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എയർ ഫ്രൈഡ് ഏത്തപ്പഴമാണ്. ഇതിന് 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ഗീ ആണ്. ഇത് ആവശ്യത്തിന് എടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ആണ്. അതുപോലെ ഏത്തപ്പഴം നമ്മൾ ചെറുതായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴമാണ് എടുക്കുന്നത്. ഇത് ചെറുതായിട്ട് പീസുകളായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഗീ ഏത്തപ്പഴത്തേലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഏകദേശം 10-15 മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഗീയും കൊണ്ടൊന്ന് ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നേരെ എയർ ഫ്രയറിലോട്ട് വെക്കാം. എയർ ഫ്രയറിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ഗീയും കൊണ്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എയർ ഫ്രയറിലോട്ട് നേരെ വെക്കാവുന്നതാണ്. നമ്മളിവിടെ വെക്കുന്നത് 330 ഫാരൻഹൈറ്റ്സിൽ 10 മിനിറ്റ്സ് ആണ്. ഇത് 10 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് എടുത്ത് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ എയർ ഫ്രൈഡ് ഏത്തപ്പഴം ഇവിടെ റെഡി ആയി കഴിഞ്ഞു.